വിട്ടേക്ക്. ആ കാറിനെ കാറ്റിൽ പുറത്ത് അവൻ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പറന്നെത്തും. നീ എവിടെയാണ് വീർ? നേരിട്ട് വരൂ, എന്നിട്ട് കാണൂ. കുട്ടികൾ കരയുന്നത് കണ്ടില്ലേ? നിങ്ങൾ എല്ലാവരും നിലവിളിച്ച ആ റോബോബോയെ വിളിക്ക്. അവൻ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വരില്ല. റോബോബോയ് തീർച്ചയായിട്ടും അവന്റെ അന്ത്യം അവനെ കാത്തു നിൽക്കുകയാണ്. നിങ്ങളെ രക്ഷിക്കാനായിട്ട് അവന് വരാൻ സാധിക്കില്ല. പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ സമ്മതിക്ക്. റോബോബോയ് തീർച്ചയായിട്ടും വരും അമ്മേ, എന്നെ വിശ്വസിക്ക്. മതി, കളിച്ചത് മതി റോബോബോയ്. ഞാൻ 3 വരെ എണ്ണുകയാണ്. നീ ഇനിയും പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഈ കാറു ഞാൻ താഴെയിടാൻ പോവുകയാണ്. 1, 2. വേണ്ട, ഞങ്ങളെ എല്ലാരും വെറുതെ വിട്ടേക്ക്. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. അവന്റെ മുമ്പിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യരുത്. ധൈര്യമായിട്ടിരിക്ക്. നമ്മളെ രക്ഷിക്കാൻ റോബോബോയ് തീർച്ചയായിട്ടും വരുമെന്നേ. റോബോബോയ്, ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഞാൻ 2 എണ്ണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. 3. നിർത്ത്. അവരെ അങ്ങ് വിട്ടേക്ക്. നിങ്ങളുടെ ശത്രു ഞാനല്ലേ, അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേക്ക്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. റോബോബോയ് എത്തിയിരിക്കുകയാണ്. പക്ഷേ അവന് തിരിച്ചു പോകാനാവില്ല. എന്റെ കൂട്ടുകാരെ, ഇപ്രാവശ്യം അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഫയർ! കലക്കി സൂപ്പർ ബോയ്, കലക്കി. അയ്യോ, അവന്റെ മാഗ്നറ്റിക് പവറിൽ നീ പെടാതെ നോക്കണം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അപ്പൂപ്പ? വേണ്ട മോളെ, ഇതൊരു അപകടം പിടിച്ച കളിയാ. ലേസർ ഉപയോഗിച്ച് അവൻ നിന്നെയും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൂപ്പ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. വീർ, I am genius. സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. നീ കണ്ടില്ലേ, നിനക്ക് ഈ ഗതി വരാൻ കാരണം ഞാനാണ്. ഇത് അപ്പൂപ്പ തന്നയച്ചതാ. ഇത് നിന്റെ തൊണ്ടയിലുള്ള പ്രശ്നം ശരിയാക്കും. Thank you, Emily. Roboboy suit on. Roboboy suit on. അപ്പൊ വീർ തന്നെയാണല്ലേ റോബോബോയ്?
റോബോബോയ്, നിങ്ങൾക്കറിയാമോ, ഭൂതക്കുരങ്ങനെ പേടിച്ച് ജനങ്ങളെല്ലാം സിറ്റി വിട്ട് ഓടി പോവുകയാണ്. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഭൂതക്കുരങ്ങനെ പിടിച്ചതല്ലേ? പിന്നെന്ത് പറ്റി? ശരിയായിരുന്നു. അവസാന നിമിഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഭൂതമൊന്നുമല്ല, കള്ളന്മാരുടെ ഗ്യാങ് ആണ്. അവർ ഭൂതത്തിന്റെ വേഷത്തിൽ വന്ന് എല്ലാരും പേടിപ്പിക്കുകയാണ്. ഞാൻ അവനെ പിടികൂടും. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആരും സിറ്റി വിട്ട് പുറത്തേക്ക് പോകണ്ട. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കൂ. ഞാൻ ഫുർസത്ഗഞ്ച് ബാങ്കിന്റെ മാനേജറാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് 20 കോടി രൂപ വിലയുള്ള സ്വർണ്ണം എന്റെ ലോക്കറിൽ വന്നിരിക്കുകയാണ്. നാളെ തന്നെ ഞാനത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്റെ സെക്യൂരിറ്റി ഗാർഡ് പോലും പേടിച്ച് ജോലി വിട്ടു പോയിരിക്കുകയാണ്. ഭൂതത്തിനോട് ആർക്ക് ഏറ്റുമുട്ടാൻ പറ്റും? സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊരല്പം സമയം തരൂ. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടെത്തും. അത് തീർച്ചയാണ്. ഫുർസത്ഗഞ്ചിൽ 20 കോടി രൂപയുടെ സ്വർണമുണ്ട്. അത് നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നാളത്തെ കാര്യം ആർക്കും അറിയില്ല. ടുമോറോ നെവർ കംസ്. ഇന്ന് രാത്രി തന്നെ നമ്മളത് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ പോരും. എന്നിട്ട് ആരും അറിയാതെ മറ്റൊരു സിറ്റിയിലേക്ക് നമ്മൾ എസ്കേപ്പ് ആകും. മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 20 കോടിയുടെ സ്വർണ്ണം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഭൂതക്കുരങ്ങൻ ഉറപ്പായിട്ടും TV കണ്ടു കാണും. ഒരുപക്ഷെ അവരത് അടിച്ചു മാറ്റി കൊണ്ടുപോയാലോ? TV ഷോയിൽ വെച്ച് ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറഞ്ഞതെന്നറിയോ? കള്ളൻ അത് കാണണം. ഇന്ന് രാത്രി അത് അടിച്ചു മാറ്റാൻ അവൻ തീർച്ചയായിട്ടും എത്തും. സാറ് വേണമെങ്കിൽ നോക്കിക്കോ. ഇന്ന് ഞാൻ അവരെ എല്ലാവരെയും പിടികൂടും. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ബാങ്ക് തീർച്ചയായും മുകളിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ടുമോറോ നെവർ കംസ്. ബാങ്ക് മാനേജറിന്റെ ടുമോറോ നെവർ കംസ്. എന്താ ഒരു ശബ്ദം? എക്സ്റേ വിഷൻ ഓൺ. ഓ നോ! എന്തുപറ്റി? അവർ ആ ലോക്കർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു. എന്റെ ജോലി പോയെന്നാ തോന്നുന്നത്. ചക്കാൻ, റോബോബോയ് നമ്മുടെ പുറകെ വരുന്നുണ്ട്. സ്പീഡിൽ പോട്ടെ. ഓ, ഞാൻ ടോയ്സിന്റെ കൂടെ വഴക്കുണ്ടാക്കാൻ പോയതല്ലേ. ഞാനിവിടെ എന്തെടുക്കാ? താങ്ക് യു റോബോബോയ്. ഇംലി, ആ ടോയ്സ് ഒക്കെ എവിടെയാ പോയത്? അതെല്ലാം നമ്മുടെ റോബോബോയ് വന്ന് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞല്ലോ. റോബോബോയ് നമ്മുടെ കൂടെ ഉള്ളത് വരെ ഒരാപത്ത്